ഞാൻ ഡോക്ടർ രാകേഷ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റാണ്. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികളിലെ ഉറക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പലപ്പോഴും മുതിർന്നവർക്കാണ് ഉറക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നതെങ്കിലും അപൂർവമായിട്ട് കുട്ടികളിലും ഈ ഉറക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോഴെങ്കിലും കുട്ടികൾ പകൽ സമയത്ത് കൂടുതലായി ഉറങ്ങുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഉറക്കം തൂങ്ങികളായിട്ട് കാണപ്പെടുന്നത് ചിലപ്പോൾ ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ടെസ്റ്റുകൾ ചെയ്യാനോ അത് കണ്ടുപിടിക്കാനോ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്നിയ എന്ന് പറയുന്ന അസുഖമാണ്. കൂടുതലും വലിയ ആൾക്കാർക്കാണ് കാണപ്പെടുന്നതെങ്കിലും കുട്ടികളിലും അത് കാണാൻ പറ്റും. അതായത് ഉറങ്ങുന്ന സമയത്ത് ഇവരുടെ ശ്വാസം കുറച്ച് സെക്കൻഡിലേക്ക് നിലച്ചു പോകും. അപ്പോൾ അങ്ങനെ ഉറക്കത്തിൽ പലതവണ അങ്ങനെ ശ്വാസം നിലച്ചു പോകുമ്പോൾ അവരുടെ അത് രാത്രിയിലെ ഉറക്കത്തിനെ ബാധിക്കാനും പകൽ സമയത്ത് കൂടുതൽ ഉറങ്ങുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് നാർക്കോലെപ്സി. അപ്പോൾ നാർക്കോലെപ്സി എന്ന് പറയുന്ന അസുഖത്തിൽ രാത്രിയിലുള്ള ഉറക്കം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കായി പോകും. ഒരു ഇടയ്ക്കിടയ്ക്ക് ഉണരും. പകൽ സമയത്ത് ഫുള്ള് ഉറക്കമായിരിക്കും. അവർ സാധാരണ ചെയ്യുന്ന ഹോംവർക്ക് ചെയ്യുമ്പോഴോ കഴിക്കുമ്പോഴൊക്കെ അവർ ഉറങ്ങിപ്പോകും, അറിയാതെ തന്നെ ഉറക്കത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ചിലപ്പോൾ അവർ പെട്ടെന്ന് പടയെന്ന് പറഞ്ഞ് താഴെ വീഴും. എന്നിട്ട് അവർ അതിൽ തന്നെ എഴുന്നേൽക്കും. പെട്ടെന്ന് ബസ്സിലൊക്കെ കുഴഞ്ഞ് അവർ താഴെ വീണ് പിന്നെ എഴുന്നേൽക്കുക. അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക. ഇതൊക്കെയാണ് നാർക്കോലെപ്സി എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ. അതുപോലെ പീരിയോഡിക് ലിംബ് മൂവ്മെൻറ്റ് ഡിസോർഡർ, അതായത് ഉറക്കത്തിൽ ഒരു കാല് ഇടയ്ക്കിടയ്ക്ക് ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കാല് രാത്രി ഇങ്ങനെ തുടരെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. രാത്രിയിലുള്ള ഉറക്കം അവരെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഇവർ കൂടുതൽ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ പല അസുഖങ്ങൾ കുട്ടികൾക്കും വലിയവർക്ക് കാണുന്നത് പോലെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റ് ചെയ്യാനും അത് കണ്ടുപിടിക്കാനും അത് ട്രീറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ പല മേജർ ഹോസ്പിറ്റൽസിലും സ്ലീപ്പ് ലാബുകളുണ്ട്. അപ്പോൾ സ്ലീപ്പ് ലാബിൽ മെയിനായിട്ട് ചെയ്യുന്ന സ്റ്റഡി എന്ന് പറഞ്ഞാൽ പോളിസോംനോഗ്രാഫി എന്ന് പറയുന്നത്. അതായത് ഉറക്കത്തിൻ്റെ പല അളവുകോലുകൾ നമുക്ക് ആ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. അത് നോർമലാണോ അബ്നോർമലാണോ എന്ന് നമുക്ക് ആ ടെസ്റ്റ് വഴി മനസ്സിലാക്കാൻ പറ്റും. അത് അബ്നോർമലാണെങ്കിൽ ആ ഉറക്കത്തിൻ്റെ തോത് കറക്റ്റാക്കുന്ന രീതിയിൽ രാത്രിയിൽ ഉറക്കം നല്ലതായിട്ട് കിട്ടുന്നതും പകൽ സമയത്ത് ഉറക്കം കുറയ്ക്കാനുമുള്ള മരുന്നുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് ചികിത്സിച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആക്കാൻ സാധിക്കും. പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ അവർ ദേഷ്യമായിട്ടോ ഒരു ഇറിറ്റബിലിറ്റി ആയിട്ടോ സ്കൂളിൽ മാർക്ക് കുറയുന്നതായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇത് കാണപ്പെടുന്നത്. അപ്പോൾ അത് ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നമാണെന്ന് ചിലപ്പോൾ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും കുട്ടികളുടെ ഈ അസുഖങ്ങളൊക്കെ തന്നെ വർഷങ്ങളോളം കണ്ടുപിടിക്കപ്പെടാതെ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതലായിട്ട് ഉറങ്ങുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ന്യൂറോളജിസ്റ്റോ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിൻ്റെയോ സഹായം നേടിയാൽ വളരെ നല്ലതായിരിക്കും. താങ്ക് യു.